ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണും വിചാരിക്കുന്നു. തംബ്ലൈൻ ശ്രദ്ധിച്ച് കാണും. നമ്മുടെ ഹെയർ കെയർ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ, ചെറിയൊരു ടിപ്പൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഹെയർ കെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാച്ചുറലായിട്ട് തന്നെ വീട്ടിൽ പഴയകാല അമ്മൂമ്മമാരുടെയൊക്കെ കയ്യിലുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു കാച്ചിയ വെളിച്ചെണ്ണയാണ് എൻ്റെ മുടിയുടെ ഹെയർ കെയർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലും അമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും ഹെയർ കെയറിനെ പറ്റിയിട്ട്. ഇതുപോലെ എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു തരും. കാരണം കാച്ചിയ വെളിച്ചെണ്ണയൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഹെയറിനൊക്കെ. അതായത് ഹെയറിൽ കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻസ് ആണ് കറിവേപ്പില എന്ന് പറയുന്നത്. കറിവേപ്പില എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിക്ക് വളരാനും അതുപോലെ തന്നെ മുടിക്ക് കറുപ്പ് വരാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്താണ് വേപ്പില എന്ന് പറയുമ്പോൾ താരനൊക്കെ മാറാനായിട്ട് നല്ലപോലെ സഹായിക്കും. എൻ്റെ മുടിക്ക് നല്ല രീതിയിൽ താരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അത്യാവശ്യം കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചതിന് ശേഷം അതൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നെല്ലിക്ക മുടി വളരാൻ നല്ലപോലെ സഹായിക്കും. നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കേൾക്കാം, പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്തായാലും എല്ലാവരും പറയും നെല്ലിക്ക കഴിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കായാലും മുടി കിളിക്കാൻ നല്ലതാണ്. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നെല്ലിക്ക എത്രത്തോളം മുടി കിളിക്കാൻ നല്ല ഉപയോഗമായിരിക്കുമെന്ന്. പിന്നെ വരുന്നതാണ് കറ്റാർവാഴ പോലെ നമ്മൾ അല്ലാതെ തന്നെ തലയിൽ അതിൻ്റെ ഫ്ലൂയിഡ് തേക്കുമ്പോൾ തന്നെ നല്ലതാണ്. ഒരു തണുപ്പും ഒക്കെ നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ബ്രഹ്മി നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പൊക്കെ കിട്ടാൻ നല്ലതാണ്. ഇപ്പം വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ആയാലും ഈ ബ്രഹ്മിയൊക്കെ ചേർത്ത് കാച്ചിയ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മുടിയൊക്കെ ഗ്രോത്ത് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരു മുടി വളരാനായിട്ട് എല്ലാം ഈ സൈഡ് എഫക്റ്റും കാര്യങ്ങളും കെമിക്കൽസൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പം ഇതുപോലുള്ള കാച്ചിയ വെളിച്ചെണ്ണ ഏറ്റവും നല്ലത് ഹെയറിന് കാച്ചിയ വെളിച്ചെണ്ണയെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം വേറെ കെമിക്കൽസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മുടിയൊക്കെ വളരാൻ നല്ലപോലെ സഹായിക്കും. പിന്നെ അതുപോലെ താരനൊന്നും വരില്ല. കാരണം അതിനൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണല്ലോ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാച്ചിയ വെളിച്ചെണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് അരച്ച് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ നല്ലപോലെ അരച്ചതിന് ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് നല്ലപോലെ അരിച്ച് നല്ല രീതിയിൽ അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തതിന് ശേഷം വെളിച്ചെണ്ണ, അത് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് അതിലേക്ക് ആ നീര് ഉപയോഗിച്ച് നല്ലപോലെ തിളപ്പിച്ച് നല്ല രീതിയിൽ അതിൻ്റെ മണമൊക്കെ ആ വെളിച്ചെണ്ണയിൽ പിടിക്കുന്നതിനനുസരിച്ച് നല്ലപോലെ ഇളക്കി അതിനനുസരിച്ച് അത് വാങ്ങിയെടുക്കാനുള്ള. പിന്നെ ആറിയതിന് ശേഷം പിന്നെ നമ്മളത് പിറ്റേന്ന് തൊട്ടത് ഉപയോഗിച്ച് തുടങ്ങാം. ഇത്ര ദിവസം വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പം കാച്ചിയ വെളിച്ചെണ്ണ ഏറ്റവും തലയ്ക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ആണ് കാച്ചിയ വെളിച്ചെണ്ണ. പിന്നെ അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം തന്നെ കുറേ പേര് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും വാങ്ങിച്ച് യൂസ് ചെയ്തതാണ് ആപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ. അപ്പോൾ അതും നല്ലതാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ചെറിയ ഹെയർ ഒക്കെ എനിക്കിവിടെ ഗ്രോത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ചെറിയ ഹെയർ ഒക്കെ ഗ്രോത്ത് ചെയ്തിട്ടുണ്ട്. അതിന് മെയിൻ കാരണം ഈ ആപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടറാണ്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഷാമ്പൂ ചെയ്ത് കണ്ടീഷണറും ചെയ്ത് അത് മുടി നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഈ സ്കാൽപ്പിൽ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ 2 കൈയും ഉപയോഗിച്ച് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ആ മസാജ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ജസ്റ്റ് മുടി ഫ്രീ ആയിട്ട് വിടുക. അതിനുശേഷം പിന്നെ നമുക്ക് കെട്ടിവെക്കുക എന്ന് വേണമെങ്കിലും ചെയ്യാം. അപ്പം 5 മിനിറ്റ് നല്ല രീതിയിൽ അത് റെസ്റ്റ് ചെയ്യാൻ വിടുക. കാരണം അത് നല്ല രീതിയിൽ പിടിച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ അതിൻ്റെ ഉള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എന്തായാലും ഈ കാച്ചിയ വെളിച്ചെണ്ണയും ഈ റോസ്മേരി വാട്ടർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഇത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പിന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ കാച്ചിയ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുക, റോസ്മേരി വാട്ടറൊക്കെ ഉപയോഗിക്കുക. നോക്കുമ്പോൾ തന്നെ കാണാം എൻ്റെ മുടി നല്ല രീതിയിലുള്ള ഗ്രോത്ത് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ നീളം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ ക്രെഡിറ്റ് പകുതിയല്ല, ഇതിൻ്റെ പകുതി 3/4 ഭാഗവും അമ്മയ്ക്കാണ് കൊടുക്കുന്നത്. കാരണം അമ്മ കുറച്ചൊക്കെ വഴക്ക് പറഞ്ഞ് ഇതുപോലെ എണ്ണയൊക്കെ തേക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ മുടി നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യാൻ തുടങ്ങിയതും ഇത്രയും നീളമൊക്കെ വെച്ച് തുടങ്ങിയതും. നേരത്തെ ഇത്രയൊന്നും ഹൈറ്റിലായിരുന്നു. അതിൻ്റെ പിക്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് രണ്ട് തമ്മിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ മുടിക്ക് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുള്ളതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇതുപോലൊക്കെ തന്നെ ഈ ടിപ്പൊക്കെ ഉപയോഗിച്ച് നിങ്ങളും ഹെയർ ഗ്രോത്ത് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ഇനിയും നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.